അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 1857 വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രധാനപ്പെട്ട ചില സെൻറ്റേഴ്സുകളുമാണ്. വിപ്ലവം നടന്ന ചില പ്രദേശങ്ങളെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞതാണ് ഡൽഹിയിലെ കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ആരാണ് പറഞ്ഞപ്പോൾ ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ സഫറും ജനറൽ ഫക്ത് ഖാനുമായിരുന്നു ഡൽഹിയിലെ കലാപകാരികൾക്ക് നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെയാണ് കാൺപൂരിൽ പറയുവാണെങ്കിൽ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. കാൺപൂരിലെ പ്രധാനപ്പെട്ട വിപ്ലവത്തിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ കുറിച്ച് പറയുവാണെങ്കിൽ നോക്കിയേ, ഗറില്ല വാർഫെയർ ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ ഹി ഓർഗനൈസ്ഡ് ദ ഗറില്ല വാർഫെയർ ഫോർ ദ 1857 മ്യൂട്ടിനി, അഥവാ 1857 വിപ്ലവത്തിന് ഗറില്ല യുദ്ധമുറകൾ ആരംഭിച്ചതും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും ആരാണ്? താന്തിയ തോപ്പിയാണ്. അപ്പോൾ കാൺപൂരിലെ നേതാക്കന്മാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു കാൺപൂരിൽ കലാപകാരികൾക്ക് നേതൃത്വം നൽകിയത്. ഗറില്ല വാർഫെയർ ആസൂത്രണം ചെയ്തത് ആരെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? താന്തിയ തോപ്പിയാണ്. ഗറില്ല വാർഫെയറിലൂടെ, ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ 1857 വിപ്ലവത്തെ നേരിട്ടതെന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലക്നൌവിലെ കലാപകാരികൾക്ക് നേതൃത്വം നൽകിയത് ലക്നൗ അഥവാ അവധ്. ലക്നൗ എന്ന് ചോദിച്ചാലും അവധ് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണല്ലോ. ലക്നൌവിലും അവധിലും ആരാണ്? ബീഗം ഹസ്രത് മകൾ. ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിരന്തരമായിട്ട് ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ എടുത്ത് റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ലക്നൌവിലെ കലാപകാരികൾക്ക് നേതൃത്വം നൽകിയത് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത് മകളാണ് 1857 വിപ്ലവത്തിന് ലക്നൌവിലെ കലാപകാരികൾക്ക് നേതൃത്വം നൽകിയത്. ബീഗം ഹസ്രത് മകൾ. ഇപ്പം ലക്നൗ എന്ന് ചോദിച്ചാലും അവധ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ബീഗം ഹസ്രത് മകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലക്നൌവിലെ കലാപകാരികൾക്ക് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മകൾ. അപ്പോൾ അതുപോലെ കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി ഗറില്ല വാർഫെയർ ആസൂത്രണം ചെയ്തത് ആരാണ്? താന്തിയ തോപ്പി. അപ്പോൾ 1857 റെബല്യൻ അഥവാ 1857 വിപ്ലവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി നടന്നൊരു സംഘടിത കലാപം എന്ന് നമുക്ക് ഇതിനെ പറയാം. 1857 വിപ്ലവത്തെ പറയാം. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു 1857 വിപ്ലവം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്നേക്കുമായി നിർത്തിയതും ഇതിലൂടെയാണ് 1857 വിപ്ലവത്തിന് ശേഷമായിരുന്നു അല്ലേ. അപ്പോൾ അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യത്തെ ഇന്ത്യക്കാരുടെ ഒരു സംഘടിത കലാപമായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്? 1857 വിപ്ലവത്തെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇത്തരത്തിലുള്ള ഈ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ആദ്യമായി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന 1887 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ആദ്യമായി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എങ്കിലും ആദ്യത്തെ വെടിയൊച്ച കേട്ട സ്ഥലം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മിന്നൽ പിണർ ഉണ്ടായ സ്ഥലം എന്ന് ചോദിക്കുവാണെങ്കിൽ അതേതാണ്? ബാരക്പൂർ ആയിരുന്നു അല്ലെ. ബാരക്പൂരിലായിരുന്നു ആദ്യത്തെ വെടിയൊച്ച കേട്ട സ്ഥലം എന്ന് പറയുന്നത്. ഏതാണ് ആദ്യത്തെ വെടിശബ്ദം കേട്ട സ്ഥലം? ഏതാണ്? ബാരക്പൂരിലാണ്. 1857 മാർച്ച് 21 മാർച്ച് 29 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന വാട്സനെ എന്ത് ചെയ്തു? വെടിവെച്ചു. ഈ വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? തൂക്കിലേറ്റുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിലെ 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരെയാണ്? മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പോൾ മംഗൾ പാണ്ഡെ എന്നാണ് തൂക്കിലേറ്റിയത്? 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ എന്ത് ചെയ്തു? തൂക്കിലേറ്റിയത്. അപ്പോൾ 1857 മാർച്ച് 29 എന്ത് ചെയ്തത്? മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന വാട്സനെ എന്ത് ചെയ്തത്? വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഇവിടെ നിരവധി സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. കാര്യം എന്തിനായിരിക്കാം മംഗൾ പാണ്ഡെ ഈ വാട്സൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചത് കൊന്നത്? അപ്പോൾ അന്ന് ഒരു എൻഫീൽഡ് പുതിയ അവർ ഉപയോഗിക്കേണ്ട തിരകൾ ഉപയോഗിക്കണമായിരുന്നു ഈ 1857 വിപ്ലവത്തിന്. അപ്പോൾ ന്യൂ എൻഫീൽഡ് റൈഫിൾസിൽ ഉപയോഗിക്കുന്ന തിരകൾ, ആ കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിക്കണമായിരുന്നു ഇവ. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ലോകത്താകമാനം, ഇന്ത്യയിലാകമാനം ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു.
ചെയ്തു. എന്താ ഇത് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുകൾ പുരട്ടിയ തിരയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്താ ഈ പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹറാമായിട്ടുള്ള ജീവിയാണ്. അതായത് പശു എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പാവനമായിട്ടുള്ള മൃഗമാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കുകയായിരുന്നു ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യയിൽ ആകമാനം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള ഈ പുതിയ തിരകൾ ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് തന്നെ ആര് പറയുകയുണ്ടായി, നമ്മുടെ മംഗൽ പാണ്ഡെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത് 1887 മാർച്ച് 29 ഒരു ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥനായിരുന്ന വാട്സനെ എന്ത് ചെയ്തത് വെടിവെച്ചു കൊന്നത്. അതിനെ തുടർന്ന് 1887 ഏപ്രിൽ 8 എന്ത് ചെയ്തു നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു നമ്മുടെ മംഗൽ പാണ്ഡെ എന്ത് ചെയ്തു വെടിവെച്ചു കൊന്നു, അദ്ദേഹത്തെ തൂക്കിലേറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് 1887 വിപ്ലവത്തിന് ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരെയാണ്, മംഗൽ പാണ്ഡെയാണ്. 1887 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നിരന്തരമായിട്ട് എക്സാമിനുകളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താ പറയുന്നത് 1887 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരെയാണ്, മംഗൽ പാണ്ഡെയാണ്. മംഗൽ പാണ്ഡെ എന്നാണ് തൂക്കിലേറ്റിയത് 1887 ഏപ്രിൽ 8 നമ്മൾ എപ്പോഴും ആലോചിച്ച് വെച്ചിരിക്കുക കാര്യമാണ്. എന്നാൽ 1887 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ് 1887 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1887 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ 1887 വിപ്ലവം സ്റ്റാർട്ടഡ് ഇൻ എവിടെയാണ് ആരംഭിച്ചതെന്ന് പറയുമ്പോൾ 1887 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1887 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ആദ്യത്തെ വെടിശബ്ദം കേട്ടത് എവിടെയാണ്, ബാരക്പൂരിലാണ് അല്ലെ, ബാരക്പൂരിലാണ് ആദ്യത്തെ വെടിശബ്ദം കേട്ടതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ലാസ്റ്റ് മുഗൾ റൂളർ എന്ന് പറയുന്നത് ആരായിരുന്നു, 1887 വിപ്ലവം നടക്കുന്ന ആ സമയത്ത് അവസാനത്തെ മുഗൾ റൂളർ എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു 1887 വിപ്ലവം നടക്കുന്ന സമയത്ത് മുഗൾ റൂളർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1887 വിപ്ലവം നടക്കുന്ന സമയത്തെ മുഗൾ റൂളർ ആരായിരുന്നു, ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ ആയിരുന്നു. അത് മാത്രമല്ല അദ്ദേഹമായിരുന്നു ഡൽഹിയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നതും ആരാണ്, ബഹദൂർ ഷാ സഫർ ആയിരുന്നു. 1887 വിപ്ലവത്തിലെ ഡൽഹിയിൽ നിന്നുള്ള ലീഡേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, ബഹദൂർ ഷാ സഫർ ആൻഡ് ജനറൽ ഫഖ്ത് ഖാൻ. ബഹദൂർ ഷാ സഫറും ജനറൽ ഫഖ്ത് ഖാനുമായിരുന്നു ഡൽഹിയിലെ കലാപകാരികൾക്ക് വേണ്ടി കലാപകാരികളുടെ നേതൃത്വം ഏറ്റെടുത്തത് ആരൊക്കെയാണ്, ജനറൽ ഫഖ്ത് ഖാൻ ആൻഡ് ബഹദൂർ ഷാ സഫർ ആയിരുന്നു 1887 വിപ്ലവത്തിലെ ഡൽഹിയിലെ നേതാക്കന്മാരെന്ന് അറിയപ്പെടുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള, അതായത് എല്ലാ PSC പരീക്ഷകളിലും നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന 1857 മ്യൂട്ടിനി 1857 വിപ്ലവമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മെയിൻ ലീഡേഴ്സ് ആൻഡ് സെൻറ്റേഴ്സ് ഓഫ് ദ 1857 മ്യൂട്ടിനിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരന്തരം ആവർത്തിച്ച് വരുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ 1857 മ്യൂട്ടിനിയുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്നിവിടെ 1857 മ്യൂട്ടിനിയാണ് നോക്കാൻ പോകുന്നത്. 1857 മ്യൂട്ടിനി ഓർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ ദ റിവോൾട്ട് ഓഫ് 1857 എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ നിരവധി പേരുകൾ 1857 മ്യൂട്ടിനി അഥവാ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അറിയപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിപ്പായി മ്യൂട്ടിനി അഥവാ ശിപ്പായി ലഹള. ഓക്കെ, അതുപോലെ തന്നെ ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്നറിയപ്പെടുന്ന വിപ്ലവം അതും ഏതാണ്, 1857 മ്യൂട്ടിനിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതും അതും ഏതാണ്, 1857 വിപ്ലവത്തെയാണ്. അല്ലെങ്കിൽ നോക്കുക, അപ്പോൾ ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്നറിയപ്പെടുന്നു. സിപ്പായി മ്യൂട്ടിനി അഥവാ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹൂ കാൾഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ ദ 1857 മ്യൂട്ടിനി, അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചതാരാണ്, VD സവാർക്കർ. ആരാണ്, VD സവാർക്കർ ആണ് ഇസ് ദ ഫസ്റ്റ്
വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിളിച്ചത്. ഇറ്റ്സ് ദ ഫസ്റ്റ് യൂറോപ്യൻ കാലത്ത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ആദ്യത്തെ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാളാരാണ് ഇന്ത്യയിലെ വിപ്ലവത്തെ 1857 വിപ്ലവത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത്? ദ ഗ്രേറ്റസ്റ്റ് കാർൽ മാർക്സ് ആണ്. അദ്ദേഹത്തിന്റെ ദ ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്നുള്ള ഗ്രന്ഥത്തിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ദിസ് ഈസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്.